കൊല്ലം ഉളിയക്കോവിലിൽ കൊലപാതക ശേഷം ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ ചുരുളഴിയുന്നു. തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലപാതകത്തിന് കാരണം. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് തീരുമാനിച്ചിരുന്നതായി സംശയമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഫെബിനെ തേജസ് രാജ് കറുത്ത പർദ്ദ ധരിച്ചെത്തിയാണ് ആക്രമിച്ചത് എന്ന് ഫെബിന്റെ മാതാവ് പോലീസിന് മൊഴി നൽകി. അതേസമയം കുത്തിയയാളെ അറിയില്ല എന്നാണ് ഫെബിന്റെ പിതാവ് ഗോമസ് പോലീസിനോട് പറഞ്ഞത്. ചികിത്സയിലുള്ള ഗോമസിന്റെ വിശദമായ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. അരുൺ രാജും ഒപ്പം സുജിത് സുരേന്ദ്രനും വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം അരുൺ രാജിലേക്കാണ്. അരുൺ, ഈ കൊലപാതകത്തിന്റെ കാരണം എന്നത് എന്താണെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നുണ്ടല്ലോ. എന്താണ് പോലീസ് പറയുന്നത്, അരുൺ രാജ്? ഉന്മേഷ, ഇന്നലെ അടക്കമുള്ള ചില സംശയങ്ങൾ എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് അടക്കം പോകുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോലീസ് പറയുന്ന പ്രകാരം ഈ ഫെബിന്റെ സഹോദരിയുമായി ഈ തേജസ് രാജിന് സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം വിവാഹത്തിലേക്കടക്കം എത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ഈ പെൺകുട്ടിക്ക് ജോലി ലഭിക്കുന്നത്. ജോലി ലഭിച്ചതോടെ ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് ഈ പെൺകുട്ടി പൂർണ്ണമായും വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഇത് ഈ വിസമ്മതിച്ചതോടെ തന്നെയാണ് തേജസ് രാജ് വലിയ പ്രശ്നങ്ങളിലേക്കടക്കം കാര്യങ്ങൾ പോയത്. തേജസ് രാജ് പിന്നീട് ഈ വീട്ടിലേക്ക് എത്തി പലകുറി ഇതുമായി ബന്ധപ്പെട്ട തന്റെ വിവാഹ അഭ്യർത്ഥന അടക്കം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടി ഈ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നലെ തേജസ് രാജ് ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസ് ഇക്കട്ടത്തിൽ ഉറപ്പിക്കുന്നത്. അത് ഇങ്ങനെ ഈ വീട്ടിലേക്ക് ഇന്നലെ എത്തുമ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കറുത്ത വസ്ത്രമടക്കം ഇവിടെ കിടപ്പുണ്ട്. കറുത്ത പർദ്ദ ധരിച്ച് ഇവിടേക്ക് എത്തിയ തേജസ് രാജ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടത്. പക്ഷേ ഈ വീട്ടിന് പുറത്തേക്ക് ആദ്യം ഇറങ്ങി വന്നത് ഈ പെൺകുട്ടിയുടെ സഹോദരനായ ഫെബിനാണ്. ഫെബിനെ ആദ്യം ആക്രമിക്കുന്നു, പിന്നീട് അച്ഛനെ ആക്രമിക്കുന്നു. ഫെബിൻ കുത്തുകൊണ്ട് ഇവിടെ തന്നെ നിലത്ത് വീണ് കിടക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ ഈ ഫെബിന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഈ കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ഈ തേജസ് രാജ് ഈ റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത്. അത്തരമൊരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സാധൂകരിക്കുന്ന മൊഴി കൂടി ഇപ്പോൾ ഇരു മാതാപിതാക്കളുടെയും ഭാഗത്തുനിന്ന് പോലീസിന് ലഭിച്ചു. ഈ പയ്യൻ, ഈ തേജസ് രാജ് എന്ന ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ യുവതി ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി വിവാഹബന്ധത്തിൽ നിന്ന് മാറി നിന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു കൃത്യമായ മോട്ടീവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കല്യാണത്തിൽ നിന്ന് മാറി ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് വിസമ്മതിച്ചു എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായി ഈ വീട്ടുകാരിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അനുമാനിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റും അടക്കം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ഇതിന്റെ തെളിവടക്കം പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. സുജിത് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. തേജസ് രാജിന്റെ നീണ്ടകരയിലെ വീടിന് സമീപത്ത് നിന്നാണ് ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ ചേരുന്നത്. സുജിത്ത്, ഈ തേജസ് രാജിനെ കുറിച്ച് എന്താണ് നാട്ടുകാർ നൽകുന്ന വിവരം? ആ കുടുംബം എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? സുജിത്ത്. ഉന്മേഷ്, പുത്തൻതുറക്കാർക്ക് ഇപ്പോഴും ഈ സംഭവം, ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ നാട്ടുകാരുമായി ഇടപെടുന്ന ഒരു കുടുംബമായിരുന്നു ഇത്. ഇദ്ദേഹം ജില്ലാ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിഞ്ചു, 2 മക്കൾ. ഇവരടങ്ങുന്ന ഈ കുടുംബം ഈ നാട്ടുകാരുമായൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് വളരെ എല്ലാ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഉള്ള ആളുകളായിരുന്നു. എന്നാൽ ഈ 2 കുട്ടികളും, പ്രത്യേകിച്ച് ഈ തേജസ് രാജ് എന്ന പേര് പോലും നാട്ടുകാർക്ക് അത്ര പരിചിതമല്ല. കാരണം ഈ നാട്ടിൽ തേജസ് അറിയപ്പെട്ടിരുന്നത് ഉണ്ണി എന്നാണ്. ഉണ്ണി, ജിത്തു എന്നാണ് ഈ 2 കുട്ടികളെയും അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണി എന്ന മാത്രമാണ് ഈ നാട്ടുകാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ പേര് അറിയുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം, ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുമായി തേജസിന് അഫയർ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ പോലും അറിയുന്നതെന്നാണ് പറയുന്നത്. അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയുന്നില്ല. പക്ഷേ ചിലർ പറയുന്നത് ഈ വീട്ടുകാർ തമ്മിൽ, അതായത് ഫെബിൻ്റെ വീട്ടുകാരും തേജസിൻ്റെ വീട്ടുകാരും തമ്മിൽ ഈ തേജസിൻ്റെ ആ പെൺകുട്ടിയുമായുള്ള വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു എന്നാണ്. എന്നാൽ അടുത്ത ബന്ധുക്കൾ പോലും പറയുന്ന അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ല എന്നാണ് പ്രതികരിച്ചപ്പോൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തേജസിൻ്റെ ഒരു ബന്ധു തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? ഞാൻ അറിയുമ്പോൾ 10 മണിയായി. 10 മണിക്ക്. വാർത്തയിലൂടെയാണോ അത് അറിഞ്ഞത്? വീട്ടുകാർ അല്ല, എൻ്റെ മോൻ തന്നെ വിളിച്ചു പറഞ്ഞു. മക്കളുണ്ടായിരുന്നു ഇവിടെ. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തേജസ്സിന് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാഹ ആലോചനകളിലേക്ക് വരെ എത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധു എന്ന നിലയിൽ സംസാരിച്ചു? അറിഞ്ഞിരുന്നിട്ടില്ല. നമ്മൾ അറിഞ്ഞിരുന്നില്ല.
ഇല്ല എങ്ങനെയാണ് ബന്ധം എങ്ങനെയാണ്? ബന്ധം എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മോനാണ് ഈ മരിച്ച കുട്ടിയുടെ തന്ത. ഇപ്പോൾ തേജസിന്റെ മൃതദേഹം ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോലീസ് അവിടെ എത്തി ബന്ധുക്കളിൽ നിന്നും മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി ഉച്ചയോടുകൂടി മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ വീട്ടുകാരുമായി ഒന്നും അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഈ മക്കളും അച്ഛനും അമ്മയും സുഹൃത്തുക്കളെ പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയും അങ്ങനെ ഒരു വലിയ കുടുംബമായിരുന്നു എന്നാണ്, അങ്ങനെ ഒരു രീതിയിലുള്ളൊരു കുടുംബമായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് വ്യക്തമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്. സുജിത് സുരേന്ദ്രനാണ് തേജസ് രാജിന്റെ നീണ്ടകരയിലെ വീടിന് സമീപത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.